കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. 62-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത് വാക്യം: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവിൻ, ദൈവം നമുക്ക് സങ്കേതമാകും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. 3 കാര്യങ്ങൾ ഇവിടെ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള കണക്ഷനിൽ പറയുന്ന 3 കാര്യങ്ങൾ. 1, നിങ്ങൾ അവനിൽ ആശ്രയിക്കണം. 2, സ്തോത്രം, നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരണം. കാരണം ദൈവം നമുക്ക് സങ്കേതമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ആശ്രയിക്കുക, പകരുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു ചിന്തയാണ്. പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും പൂർണ്ണമായൊരു ആശ്രയം ദൈവസന്നിധിയിലുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പാടുന്നവരൊക്കെ ആണെങ്കിലും പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്, പൂർണ്ണമായി നമ്മൾ ദൈവത്തിലാണോ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, അല്ലേ? നമ്മൾ ദൈവത്തെ സേവിക്കുന്നതെന്ന് പറയുകയും മറ്റു പലതിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ക്ലേശങ്ങൾ എന്തുവാകട്ടെ, പ്രയാസങ്ങൾ വരത്തില്ലെന്നല്ല, വരും. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കയറി വന്നില്ല. പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പൂർണ്ണമായിട്ട് നമ്മൾ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മുടേതായ ചിന്തകളോ നമ്മുടേതായ ഒപ്പീനിയൻസ്, നമ്മുടേതായ ബുദ്ധിമണ്ഡലങ്ങൾ ഇതല്ല ചലിക്കേണ്ടത്. പകരം പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ തന്നെ നമ്മൾ ശരണം പ്രാപിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വന്നെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ദൈവിക ഭരണത്തിന് അധിഷ്ഠിതമായി ജീവിച്ചൊരു തലമുറയാണ് ഇസ്രായേൽ ജനം, അല്ലേ? തിയോക്രസി എന്ന് പറയുന്നൊരു ചിന്തയുണ്ടായിരുന്നു. ദൈവിക ഭരണം. ഈ ദൈവിക ഭരണത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇസ്രായേൽ ജനം ശമൂവേൽ എന്ന പ്രവാചകനോട് പറയുന്നത്, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. എന്താ അതിൻ്റെ അർത്ഥം? തിയോക്രസിയിൽ നിന്ന് ഡെമോക്രസിയിലേക്ക് വഴിമാറുകയാണ്. ഇവിടെ ഇന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മെ ഭരിക്കേണ്ടതിന് പകരം, ദൈവിക ഭരണത്തിന് കീഴടങ്ങേണ്ടതിന് പകരം നമ്മൾ എവിടെ പോവുകയാണ്? ഡെമോക്രസിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് ശമൂവേൽ ദൈവത്തോട് പറഞ്ഞ്, കർത്താവ്, ഞാൻ എന്നാ ചെയ്യാനാണ്? അപ്പോൾ ദൈവം പറഞ്ഞൊരു വാചകമുണ്ട്, ശമൂവേലെ, അവർ രാജാവിന് വേണമെന്ന് പറയും, ദൈവത്തെ വേണ്ട എന്ന് പറയുന്നത് രാജാവിന് വേണമെന്ന് പറയുന്നു. നീ അത് ചെയ്തു കൊടുക്കല. അങ്ങനെയാണ് രാജകീയ ഭരണം ഇസ്രായേലിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടവന്ന്. എവിടെ സംഭവിച്ചത്? ദൈവത്തിലുള്ള ആശ്രയം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്നും മോശ എന്ന ദൈവമനുഷ്യരിലൂടെ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കനാൻ ദേശം എന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് അവരെ എത്തിക്കുവാൻ എന്തുമാത്രം പ്രയാസപ്പെട്ടൊരു മനുഷ്യനാണ് മോശ. അപ്പം അവിടെ എല്ലാം ദൈവം ഇവർ നടത്തുകയായിരുന്നു. ഇവർക്ക് വേണ്ടിയതെല്ലാം ദൈവം ദാനമായി നൽകി. പക്ഷേ ദൈവത്തിൽ നിന്നുള്ള ആശ്രയം മാറി ഇവിടേക്ക് തിരിയുകയാണ്, മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ രാജാവിലേക്ക് ആശ്രയിക്കുന്നു. ഇവിടെയാണ് ഈ സങ്കീർത്തനക്കാരൻ ഈ പറയുന്ന വാക്കിനകത്ത് പ്രസക്തിയുള്ളത്. നിങ്ങൾ അവനിൽ ആശ്രയം വയ്ക്കണം. 2, നിങ്ങളുടെ ഹൃദയത്തെ ആർക്ക് പകർന്നു കൊടുക്കണം? ദൈവത്തിന് പകരണം. എന്താ എൻ്റെ അർത്ഥം? നമ്മുടെ ഹൃദയം, സ്തോത്രം, നമുക്കുള്ളതാണ്, അല്ല, ദൈവത്തിനുള്ളതാണ്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ ആഴം നമ്മൾ പരിശോധിച്ച് എങ്ങനെയാണ്? അവനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, ഇവരെൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ അർത്ഥം എന്നതാ. ദൈവത്തിൻ്റെ ചിന്തയായിരുന്നു ദാവീദിൻ്റെ മനസ്സിനകത്തുള്ളത്. ദാവീദിൻ്റെ ചിന്തയാ ദൈവത്തിൻ്റെ മനസ്സിനകത്തുള്ള. അവൻ്റേതായിട്ടൊരു ചിന്ത അവനില്ല. ഇവിടെയാണ് ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുവാൻ നമ്മൾ തയ്യാറാക്കേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ പരാജയത്തിലേക്ക് നടത്തുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുവാൻ നമ്മൾ ഇടവന്നാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാണ്. കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞ് എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമുക്ക് സങ്കേതമെന്ന് പറയാൻ ദൈവമല്ലാതെ വേറെ ആരുമില്ല. അപ്പോഴോ അമ്മയോ സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ മക്കളോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ സങ്കേതം മുഴുവൻ ദൈവമായിരിക്കട്ടെ. ആ ദൈവത്തിൽ നമ്മൾ സങ്കേതം വെച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗ്ഗപതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങൾ തരുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മുമ്പ് ഹൃദയങ്ങളെ പകർന്ന് കർത്താവിൻ്റെ നന്മകളെ അനുഭവിക്കാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാൽ സമസ്തത്തിൽ കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.